എങ്ങോട്ട് ഇറങ്ങി റോഡിലേക്ക് ഇറങ്ങി എടുക്കണ ഇത് കാടല്ല അറിയില്ലേ? ഇത് PWD. ഇത് ചേട്ടൻ മേത്തേക്ക് എൻ്റെ മേത്തേക്ക് എടുക്കണതിനാ ചേട്ടൻ താഴേക്ക് ഇറങ്ങി? ഞാൻ ഇറങ്ങിന്നോളാം. നിന്ന പേരെന്നാ? കാട്ടിലേക്ക് കയറാൻ പാടില്ലെന്ന് പറഞ്ഞല്ലേ? ആയിക്കോട്ടെ. ഇന്ന് രാവിലെ അതിരപ്പള്ളി മേഖലയിൽ ഒരു കാട്ടുപന്നി വാഹനമിടിച്ച് പരിക്കേറ്റിരുന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും കാട്ടുപന്നിയെ റെസ്ക്യൂ ചെയ്യുന്നതിനുള്ള നടപടി വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ആ സമയത്ത് ദൃശ്യങ്ങൾ പകർത്തുന്നതിനു വേണ്ടിയാണ് റൂബിൻലാൽ എത്തുന്നത്. PWD റോഡിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിലാണ് കൊന്നക്കുഴി ഫോറസ്റ്റ് ഓഫീസറായ ജാക്സന്റെ നേതൃത്വത്തിൽ റൂബിൻലാലിനെ കയ്യേറ്റം ചെയ്യുന്നത്. ദൃശ്യങ്ങൾ പകർത്തിയ റൂബിൻലാലിൻ്റെ മൊബൈൽ ഫോൺ തട്ടിത്തെറിപ്പിച്ചു. നേരത്തെയും കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ വീഴ്ചകൾ റൂബിൻലാൽ പുറത്തു കൊണ്ടുവന്നിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കൊന്നക്കുഴി സ്റ്റേഷൻ്റെ പരിധിയിൽ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ട് കൊന്നക്കുഴി ഫോറസ്റ്റ് ഓഫീസിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിളിച്ച് ജനങ്ങൾ ഈ വിവരങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ മേഖലയിലിറങ്ങി ആനയെ തുരത്തുന്നതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. പിന്നീട് ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ മുൻപിൽ ആനകൾ എത്തിയപ്പോഴാണ് ആനയെ തുരത്തുവാനുള്ള നടപടി സ്വീകരിച്ചത്. അന്ന് ആ വാർത്ത ദൃശ്യമാധ്യമങ്ങളിൽ വന്നിരുന്നു. ഇതിനുശേഷം അന്നും ഈ ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ റൂബിൻലാലിനെതിരെ അസഭ്യവർഷം വന്നിരുന്നു. തുടർച്ചയായി വനം വകുപ്പിൻ്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കുന്ന റൂബിൻലാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നോട്ടപ്പുള്ളിയായിരുന്നു. ഇതിൻ്റെ ഭാഗമായാണ് ഇന്ന് രാവിലെ റൂബിൻലാലിനെതിരെ കയ്യേറ്റമുണ്ടായിരിക്കുന്നത്. PWD റോഡിൽ പരിക്കേറ്റ് കിടന്നിരുന്ന കാട്ടുപന്നിയുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിലാണ് കാട്ടുപന്നി കിടക്കുന്നത് വനത്തിലാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ദൃശ്യങ്ങൾ പകർത്തുവാനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് റൂബിന് നേരെ കയ്യേറ്റ ശ്രമമുണ്ടായത്. ആദിവാസി മേഖലയിൽ ഉൾപ്പെടെ നിരന്തരമായ ഇത്തരം വിഷയങ്ങൾക്കെതിരെ വളരെ ഉറച്ച നിലപാടുകളെടുക്കുന്ന റൂബിൻലാലിനെതിരെ സംഘടിതമായ നീക്കങ്ങളും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും മുൻപും ഉണ്ടായിട്ടുണ്ട്. വനത്തിനകത്തും പുറത്തും പരിസ്ഥിതിയെ തകർക്കുന്ന ഗൂഢനീക്കങ്ങൾക്കെതിരെ മുഖം നോക്കാതെ സോഷ്യൽ മീഡിയയിലും നാട്ടിലും പ്രതികരിക്കുന്ന റൂബിൻലാലിനെതിരെയുള്ള ഇത്തരത്തിലുള്ള നീക്കങ്ങൾ തുടരുകയാണ്. 24 ന്യൂസിൻ്റെ അതിരപ്പള്ളി പ്രാദേശിക റിപ്പോർട്ടറും പരിസ്ഥിതി പ്രവർത്തകനുമായ റൂബിൻലാലിനെതിരെയുള്ള കയ്യേറ്റ ശ്രമങ്ങൾക്ക് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകനും 24 ന്യൂസ് ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീകണ്ഠൻ നായർ വനം വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ടു. അതിരപ്പള്ളിയിൽ പരുക്കേറ്റ കാട്ടുപോത്തിൻ്റെ ചിത്രം പകർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന 24ൻ്റെ ഒരു പ്രവർത്തകനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ കയ്യേറ്റം ചെയ്തയാളുടെ വാർത്ത ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ തൃശ്ശൂർ CCFനോട് ആ സംഭവം നേരിട്ട് അന്വേഷിച്ച് വസ്തുതകൾ എന്താണ് എന്ന് പരിശോധിച്ച് അടിയന്തരമായ റിപ്പോർട്ട് നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് ലഭിച്ചാൽ അത് പരിശോധിച്ച് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത്, നിയമപരമായ അത്തരം നടപടികളെല്ലാം കർശനമായി തന്നെ സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്.